ഉള്ള മജ്ലിസുകളൊക്കെ നമ്മുടെ നാടുകളിൽ വളരെ വ്യാപകമായി എല്ലാ ഗ്രാമാന്തരങ്ങളിലും വളരെ വിപുലമായി നടത്തുന്ന പരിപാടിയാണ്. ഇന്ന് കാണുന്ന നമ്മുടെ നാട്ടിലുള്ള തലയിൽ കെട്ടുള്ളവരും ഉറുമാല് ധരിച്ചവരുമായ പ്രായമായ ആളുകൾ ഇതുപോലെയുള്ള വഅദിലൂടെ ഒരുപാട് ജ്ഞാനം കരസ്ഥമാക്കി അവർ ആ രൂപത്തിൽ ജീവിച്ചതുകൊണ്ടാണ് നമ്മളുടെ നാടുകളിലൊക്കെയും ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇനിയൊരു വരും തലമുറ വളരെ ഭീതിപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കാം. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധമായ ഇതുപോലെയുള്ള വഅദിന്റെ സദസ്സുകളിലേക്ക് പൊതുവിൽ വരലും വഅദ് കേൾക്കലും വളരെ കുറഞ്ഞുപോയി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ കൂനു ഉലമാ അസ്വാലിഹീൻ, നിങ്ങൾ സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാരാവണം. ഒരു പണ്ഡിതനായാൽ പോരാ, സ്വാലിഹായ പണ്ഡിതനാവണം. ഫഇല്ലം തകൂനു ഉലമാ അസ്വാലിഹീൻ, നിങ്ങൾ സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാരായിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള പണ്ഡിതന്മാർ പറയുന്ന ഇൽമിന്റെ സദസ്സുകളിൽ വന്നിരിക്കണം. എന്നാൽ ഈ പണ്ഡിതന്മാർ യദുല്ലുക്കും അലൽ ഹുദാ വയർദഉക്കും അനിർ റദാ, ഇതുപോലെയുള്ള പണ്ഡിതന്മാർ നിങ്ങൾക്ക് പരിശുദ്ധമായ ഹുദയെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയിച്ചു തരും. സന്മാർഗത്തിന്മേൽ നിങ്ങൾക്ക് ഈ പണ്ഡിതന്മാർ അറിയിച്ചു തരും. നിങ്ങൾക്ക് വേണ്ട വൃത്തികളെ തൊട്ട് ഈ പണ്ഡിതന്മാർ നിങ്ങളെ മടക്കി കൊണ്ടുവരാനുള്ള കഴിവ് ഇതുപോലെയുള്ള സദസ്സുകളിലൂടെ സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് സാധിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് എന്തോ ഒരു പ്രയാസം വരുമ്പോഴേക്ക് വിവരക്കേട് കൊണ്ട് അജ്ഞത കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ വളരെ വലുതാണ്. നിസ്സാരമായ വിഷമം വരുമ്പോഴേക്ക് ഞാനൊന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്ന് പൂതി വെക്കുന്ന പലരുണ്ട്. മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്നവർ രോഗങ്ങളായിട്ട് പ്രയാസപ്പെടുമ്പോൾ ശരീരത്തിൽ വേദന സഹിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന രോഗം വരുമ്പോൾ നമ്മൾക്ക് തോന്നുക ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു. നമ്മുടെ ഈമാനിന്റെ ബലഹീനതയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ നിങ്ങളിൽ നിന്നുള്ള ഒരാളും മരണത്തിന് പൂതി വെക്കരുത്. അമല് കൊണ്ട് ഉറപ്പുണ്ടായാലോചിച്ച്, ആർക്കാ അമലുകൊണ്ട് സ്വർഗത്തിൽ കടക്കുന്നുള്ള ഉറപ്പ്? മരിച്ചതിന് ശേഷം ഞാൻ രക്ഷപ്പെടുമെന്നുള്ള ഉറപ്പ് ആർക്കുള്ളത്? لا يتمنين أحدكم الموت إلا أن يثق بعمله. അമല് കൊണ്ട് ഉറപ്പുണ്ടായാൽ മരണത്തിന് കൊതിക്കാം. എന്നാൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കയ്യിലാണെങ്കിൽ പോലും നിങ്ങളുടെ ശരീരത്തിനെ ഊരിവിട്ട് നിങ്ങൾക്ക് മരണത്തിലേക്ക് പോകാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ 5 കാര്യമെന്ന് ഒരു റിവായത്തിൽ കാണാം, 6 കാര്യമെന്ന് ചില റിവായത്തുകളിൽ കാണാം. ഈ കാര്യങ്ങൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മരണത്തിനെ കൊതിക്കുന്നത് കൊണ്ട് പ്രയാസമല്ല, നിങ്ങൾക്ക് മരണത്തിനെ കൊതിക്കാൻ പറ്റുമെന്നാണ്. അതിൽപ്പെട്ട ഒരുപാട് 5 കാര്യങ്ങൾ അല്ലെ 6 കാര്യങ്ങൾ. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം തന്നെ
ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ പറയപ്പെടുന്ന കാര്യം കണ്ടാൽ, നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കയ്യിലാണെങ്കിൽ നിങ്ങൾ ഫാർസിൽഹാ, ആ കയ്യിനെ നിങ്ങൾ വിട്ടേക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിച്ചോളി എന്നാണ്. ഒന്നാമത്തേത് ഇമാറത്തു സുഫഹാഇ, വിഡ്ഢികളായ ആളുകൾ പരിശുദ്ധമായ വലിയ നേതൃത്വത്തിലേക്ക് കാര്യബോധമില്ലാത്തവർ വരൽ. ഞാൻ അതൊന്നും വിശദീകരിക്കല്ല. രോഗമുണ്ടാകുന്ന സമയത്ത്, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, കടണ്ടാകുമ്പോഴല്ല മരണത്തിനെ കൊതിക്കേണ്ടത്. മറിയം ബീവി റളിയല്ലാഹു അൻഹ മരണത്തിനെ കൊതിച്ചു. യാ ലൈതനി മിത്തു വകുന്തു നസിയം മൻസിയാ. അതൊക്കെ ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നിങ്ങൾ മരണത്തിനെ കൊതിക്കാൻ. ഇമാറത്തു സുഫഹാ, വിഡ്ഢികളായ ആളുകൾ നേതൃത്വത്തിലേക്ക് വന്നാൽ. രണ്ടാമത്തേത് വകസറത്തു ശുറുത്തി, പോലീസുകാർ അധികരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കുറ്റങ്ങൾ നാടുകളിൽ അധികരിക്കൽ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ കാര്യം റഫഉൽ അസ്വാതി ഫിൽ മസാജിദ്, പള്ളികളിൽ ശബ്ദങ്ങൾ ഉയരൽ. നാലാമത്തേത് മുഅ്മിനീങ്ങളെ ഞാൻ നീട്ടി പറയല്ല, വറജുലുൻ, ഒരാൾ, ഒരു മനുഷ്യൻ, യുഖദ്ദിമൂനഹു, അവനെ പള്ളിയുടെ മിഹ്റാബിന്റെ മുന്നിലേക്ക് ആ ഒരു മനുഷ്യനെ മുന്തിക്കലാണ്. ലൈസ ബി അഫ്ഖഹിഹിം വലാ ബി അലമിഹിം, യാതൊരു വിവരവുമില്ലാത്ത, വിജ്ഞാനമില്ലാത്ത ആളെ പള്ളിയുടെ മിഹ്റാബ് കൈകാര്യം ചെയ്യാൻ. ഏതിനെ അടിസ്ഥാനപ്പെടുത്തി? പരിശുദ്ധ ഖുർആൻ കൊണ്ട് പാട്ട് പാടുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ, ഓത്തിന്റെ ശൈലി കൊണ്ട് വിവരമുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കാതെ പള്ളിന്റെ മിഹ്റാബ് കൈകാര്യം ചെയ്യാൻ വിവരം നോക്കാതെ ശബ്ദത്തിനെ അടിസ്ഥാനപ്പെടുത്തുന്ന ഒരു കാലഘട്ടം വന്നാൽ നിങ്ങളെ ശരീരത്തിന് അങ്ങ് വിട്ടേക്കിന്നാണ്. വളരെ സത്യമായി, വളരെ കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പച്ചയായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മരണത്തിന് കൊതിച്ചോളൂ. നബിയുനാ റസൂലുള്ളാഹി, വിവരം ഇന്ന് ഒന്നുമല്ല. നമ്മൾ സാധാരണയിൽ ഒരു ബംഗാളി പണിയെടുക്കുന്നത് പോലെയായി പള്ളിയുടെ മിഹ്റാബ്. ബംഗാളി പണിയെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വിവരമുള്ള നിസ്കാരത്തിന്റെ കൊതുവത്തിന്റെ ഷർത്തും ഫർളും അറിയുന്ന ഉസ്താദുമാർ നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലും പള്ളിയിലും ഒക്കെ ഉണ്ടാകുമ്പോ ഏതെങ്കിലും ഹാഫിളാണ് എന്ന് പറഞ്ഞ്, ഹാഫിളീങ്ങൾക്ക് സ്ഥാനമുണ്ടോ? വലിയ സ്ഥാനമുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആനും മിഹ്റാബും കൈകാര്യം ചെയ്യുന്നിടത്ത് നിങ്ങളുടെ ശബ്ദത്തിന് പോരായ്മണ്ട് എന്ന് പറഞ്ഞ് തജ്വീദിന്റെ നിയമമനുസരിച്ച് ഖുർആൻ ഓതുന്ന ആളെ മാറ്റി മറ്റുള്ള പണികളെ പോലെ ബംഗാളികളിലേക്ക് കൊടുക്കുന്ന ഒരു പ്രക്രിയ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. ഇല്ലാന്ന് പറഞ്ഞൂടാ. സാധാരണയിൽ പണിയെടുക്കാൻ വരുന്നവനോട് ചോദിക്കുക, നിങ്ങൾ എന്താണ്, നിങ്ങൾ ഹാഫിളാണോ, ഹനഫിയാണോ, ഷാഫിയാണോ എന്നുള്ള നോട്ടൊന്നുമില്ല. നിസ്കാരത്തിൽ അവന്റെ ഓത്ത് മാത്രം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നിടത്ത് അതിന്റെ മഖ്റജുകൾ പ്രശ്നമല്ല. മഖ്റജുകൾ പ്രശ്നമല്ലാത്ത രൂപത്തിൽ ഓത്തിന്റെ ശൈലി ഒരു പാട്ടായിട്ട് ഉപയോഗിക്കുന്ന കാലം ഇങ്ങനെ വന്നാൽ, നിങ്ങൾ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കയ്യിലാണെങ്കിൽ, വൈൻകാനത്ത് നഫ്സുക ഫീ യദിക, നിന്റെ ശരീരം നിന്റെ കയ്യിലാണെങ്കിൽ പോലും ഫഅർസിൽഹാ